പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയത്തിലേക്ക്. അത് സുരേന്ദ്രൻ അല്ലല്ലോ പറയേണ്ടത്, കേരളത്തിലെ BJP പ്രസിഡന്റ് അല്ലല്ലോ പറഞ്ഞത്, കേരളത്തിലെ BJP സംസ്ഥാന കമ്മിറ്റിയോടല്ലല്ലോ നമ്മൾ പണം ചോദിച്ചിരിക്കുന്നത്, കേന്ദ്ര ഗവൺമെന്റിനോടാണ് ചോദിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് പറയട്ടെ, കൃത്യമായ കണക്കില്ല, അങ്ങനെ അല്ലല്ലോ. പ്രധാനമന്ത്രിയെ ആദ്യം സന്ദർശിച്ചപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞത് അതല്ല, കേന്ദ്ര സംഘം ഇവിടെ ഉണ്ടെന്നാണ്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ സമയത്തും കേന്ദ്ര സംഘം ഇവിടെ ഉണ്ടെന്നാണ്. അപ്പോൾ ആ കേന്ദ്ര സംഘം പരിശോധിച്ചിട്ട് തന്നാലും മതി പണം, അവർ തന്നാലും മതി പണം. അല്ല BJP പ്രസിഡന്റിനോട് നമ്മളാര് സ്റ്റേറ്റ് ഗവൺമെന്റോ അല്ലെങ്കിൽ ഈ സംസ്ഥാനമോ പണം ചോദിച്ചിട്ടുണ്ട് ഇവിടുത്തെ? അല്ലല്ല, ഞങ്ങൾക്ക് ഇതല്ലാതെ തന്നെ ആ പാർലമെന്റിനകത്ത് കേരളത്തിന്റെ ഒരു വിഷയം എന്നുള്ള നിലയിൽ ഞങ്ങളിത് ഉയർത്തിപ്പിടിക്കും. അതിന് നമുക്കിപ്പോൾ വേറെ ആരുടെയും സഹായം വേണ്ട, ഞങ്ങൾ സമരം ചെയ്യാൻ. കാരണം ഇവരെപ്പോഴാണ് കോംപ്രമൈസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അല്ല അതിലൊന്നുമില്ല, ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെയാണ് സമരം. ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കേന്ദ്രത്തിനെതിരായ ഒരു സമരത്തിലും ഞങ്ങൾ LDF-നെയോ CPM-നെയോ കൂട്ടുപിടിക്കില്ല. കാരണം എന്താ അറിയാം, ഇവരെപ്പോഴാണ് കോംപ്രമൈസ് ആണെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ വെറുതെ അപകടത്തിലാവും. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് സമരം ചെയ്യാനുള്ള ശേഷിയുണ്ട്. CPM-നെ കൂട്ടുപിടിക്കേണ്ട ആവശ്യം കേരളത്തിലില്ല. അല്ല, ഇരട്ട വോട്ട് ചില വോട്ടുകൾ ഇവിടെ ചേർത്തിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. ഞങ്ങൾ പറഞ്ഞില്ല, BJP ജില്ലാ പ്രസിഡന്റ് ഇവിടെ വോട്ട് ചേർത്തേക്കുന്ന കാര്യം ഇവിടുത്തെ MP ആണ് വെളിവാക്കി. പിന്നെ ഇവിടുത്തെ LDF സ്ഥാനാർത്ഥി വോട്ട് ചേർക്കാൻ പാടില്ലല്ലോ. അദ്ദേഹം ചേർത്ത വോട്ട് വ്യാജ വോട്ടാണ്. ഈ പാലക്കാട് മുനിസിപ്പാലിറ്റി അദ്ദേഹത്തിന് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് കൊടുത്തു. റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ BJP ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ്. 6 മാസം തുടർച്ചയായിട്ട് താമസിച്ചാൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ വ്യാജരേഖ ചമച്ചിട്ടാണ് അദ്ദേഹം ഇത് ചെയ്തത്. BJP ജില്ലാ പ്രസിഡന്റും പാർട്ടി ഓഫീസിൽ കുറേ പേര് വോട്ട് ചേർത്തതും അങ്ങനെ തന്നെയാണ്. അതൊക്കെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങളാരും ചേർത്തിട്ടില്ല, ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ വോട്ട് കൂടെ ചേർത്തേക്കണം. ഞങ്ങൾ ഓരോ ബൂത്തുകളിലെ ഇല്ലാത്ത വോട്ടർമാരുടെ എണ്ണം എടുത്ത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, നന്നായി വോട്ട് ചേർത്തിട്ടുണ്ട്. ഞങ്ങൾ 5500-ലധികം വോട്ട് ഞങ്ങൾ ചേർത്തിട്ടുണ്ട്. LDF-ഉം BJP-യും കൂടി ചേർത്ത വോട്ടിൻ്റെ ഇരട്ടിയിലധികം വോട്ട് ഞങ്ങൾ ചേർത്തിട്ടുണ്ട്. ഞങ്ങളുടെ ബൂത്ത് കമ്മിറ്റികളാണ്, അതാത് ബൂത്തുകളിലെ ലിസ്റ്റ് ഞങ്ങൾ എടുപ്പിച്ച് അവർക്ക് പ്രത്യേകമായ പരിശീലനം കൊടുത്ത് ട്രെയിനിങ് കൊടുത്തിട്ടാണ് ഞങ്ങൾ ചെയ്തേക്കണം. ഉറപ്പായിട്ട് ചെയ്യും. ഇവിടെ ഞങ്ങൾ ഇലക്ഷൻ്റെ തലേന്ന് തന്നെ ആ ലിസ്റ്റ് തയ്യാറാക്കി ഇലക്ഷൻ്റെ അന്ന് രാവിലെ മരിച്ചുപോയവരുടെ പേരുകൾ, ഓരോ ബൂത്തിലെയും മരിച്ചുപോയവരുടെ പേരുകൾ, ഒരു കാരണവശാലും ഇവിടെ വരാത്ത ആളുകളുടെ പേരുകൾ, വരില്ല എന്ന് ഉറപ്പുള്ള ആളുകളുടെ പേരുകൾ, 3 വേറെ മണ്ഡലത്തിൽ വോട്ടും ഇവിടെ വോട്ടുള്ളവരുടെ പേരുകൾ, അത് 3ഉം അടയാളപ്പെടുത്തി ഞങ്ങൾ പ്രിസൈഡിങ് ഓഫീസർക്ക് ഞങ്ങളുടെ ബൂത്തിലെ ഏജന്റുമാർ കൊടുക്കും. അത് ഞങ്ങൾ തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും ചെയ്തതാണ്. അത് പാലക്കാടും ഞങ്ങൾ ആവർത്തിക്കും. അല്ല, നിയമപരമായിട്ട് പോകും. എന്നെ പേടിപ്പിക്കണം, നിയമപരമായിട്ട് ഞാൻ അന്വേഷിക്കാതെ ഒരു കാര്യം പറയില്ല. നിങ്ങൾക്കറിയാമല്ലോ, അദ്ദേഹം 3 മാസം പോലും ആയിട്ടില്ല ഇവിടുത്തെ ഒരു വാടക വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിലൊരു വീടുണ്ടായിരുന്നു, അത് വാടകയ്ക്ക് കൊടുത്തേക്കാണ്. അവിടെ അദ്ദേഹം താമസിച്ചിട്ടില്ല, അതവിടെ വാടകയ്ക്ക് കൊടുത്തേക്കാണ്. ഇത് ഈ തെരഞ്ഞെടുപ്പ് വേക്കൻ്റായി, ഈ സീറ്റ് വേക്കൻ്റായി കഴിഞ്ഞതിന് ശേഷം ആണ് ഇങ്ങനെ വന്ന് ഈ പാലക്കാടുകാരനാണെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തത്. തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ചോദിച്ചോ, വില്ലേജ് അതോറിറ്റീസിനോട് ചോദിച്ചോ, താലൂക്കിലെ ഇലക്ഷൻ അതോറിറ്റീസിനോട് ചോദിച്ചോ, ഒരാൾക്ക് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണം, അയാൾ ഇവിടെ സ്ഥിരതാമസക്കാരനാണ് കൊടുക്കണം. അതിന് ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് മുമ്പുള്ള 6 മാസമെങ്കിലും തുടർച്ചയായിട്ട് താമസിക്കണം അവിടെ. ഞാൻ അദ്ദേഹത്തിൻ്റെ പത്നിയെക്കുറിച്ച് പറയില്ല, അവർ വിദേശത്താണ്. ഇദ്ദേഹമില്ല, ഇദ്ദേഹം ഇവിടെ ഇല്ലാതെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അല്ല, അതൊക്കെ ആയിക്കോട്ടെ എന്ന്. പക്ഷെ അവിടെ 6 മാസമായിട്ട് ഇല്ലയെന്ന് ഞാൻ പറഞ്ഞ എന്തേ പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്നല്ലേ, അല്ലാതെ വന്നിട്ടില്ല എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങൾ എന്തിനാ എന്നോട് ചോദിക്കുന്നു? ഞാൻ ഇത്തരം ഒരു കാര്യം പറയുമ്പോൾ അത് അന്വേഷിച്ച് അത് മനസ്സിലാക്കി 100% ബോധ്യം വന്നിട്ടേ പറയുള്ളൂ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ.
പിന്നെ ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, പിന്നെ എന്നോട് ചോദിക്കുന്നില്ല. 9 ഞാൻ അതിനൊക്കെ മറുപടി പറഞ്ഞതിന് ഞാൻ പിണറായി വിജയനോ എം ഇ ഗോവിന്ദനോ ഇ പി ജയരാജനോ പ്രധാനപ്പെട്ട CPM നേതാക്കൾ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറുപടി പറയാം. അല്ല, ഇതിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞതിന് അത് നമുക്കിവിടെ വേറെ ആളെ ഏർപ്പാടാക്കി തരാം. ഇതെന്താണെന്നറിയോ പാർട്ടിയിൽ നിന്ന് ആ ജില്ലാ സെക്രട്ടറി ജില്ലയിൽ നിന്നുള്ള മന്ത്രിയും വലിയ വെല്ലുവിളിയിൽ നേരിടുന്നുണ്ട്. പാർട്ടിക്കകത്ത് ഒരു പണിയും ചെയ്തില്ല ഇലക്ഷന് മുമ്പ് ഈ ജില്ലാ സെക്രട്ടറി, ഒരു പണിയും ചെയ്തില്ല. ഞങ്ങൾ നന്നായി ജോലി ചെയ്തു. വോട്ടർ പട്ടികയിലെ പേര് ചേർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി, ഞങ്ങളുടെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ, ഞങ്ങളുടെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ, ഞങ്ങളുടെ ബൂത്ത് കമ്മിറ്റികൾ എല്ലാം, ഞാനിത് ആദ്യമേ പറഞ്ഞില്ലേ, ഞങ്ങൾ നന്നായി മുന്നൊരുക്കം നടത്തി. തെരഞ്ഞെടുപ്പ് നടത്താൻ അങ്ങനെയാണ്, നന്നായി മുന്നൊരുക്കം നടത്തി, നന്നായി ജോലി ചെയ്തു, ക്യാമ്പുകൾ നടത്തി. എന്തിനാ ഞങ്ങൾ പുറത്ത് പോയി വോട്ട് ചേർക്കണത്? ഞങ്ങൾക്കൊരു സിസ്റ്റം ഉണ്ടല്ലോ. ഞങ്ങൾ ചേർത്ത ഓരോ വോട്ട് പോലും പുറത്തേ പിന്നെ ഞങ്ങൾക്ക് ഒരു 5000 വോട്ട് ചേർക്കാൻ പാടില്ലായിരുന്നു പുറത്തുനിന്ന്. ഇവിടെയുള്ള വോട്ടുകളാണ് ഞങ്ങൾ ഓരോ ബൂത്തിലും ചെയ്ത്. ഞങ്ങൾ പാർലമെന്റ് ഇലക്ഷന് മുമ്പ് അത് ഫലപ്രദമായി ചെയ്യാൻ പറ്റില്ല. ഒരു 2000-2000 വോട്ട് ചേർക്കാൻ പറ്റിയുള്ളൂ. നന്നായി നടന്നില്ല. അത് ചേലക്കരയിൽ തീരെ നടന്നില്ല. അവിടെ 6500-ലധികം വോട്ട് ചേർത്തു. ഒരു പരാതിയില്ലല്ലോ, അവിടെ ഒരു പരാതി ആർക്കും ഉണ്ടായില്ലല്ലോ. ഉറപ്പായിട്ട് അതൊക്കെ ഞങ്ങൾക്ക് നല്ല സിസ്റ്റം ഉണ്ട് അതിൻ്റെ അകത്ത്. കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇല്ലാത്ത ഇലക്ഷൻ മാനേജ്മെന്റ് സിസ്റ്റം കേരളത്തിലെ കോൺഗ്രസിനും UDF-നും ഉണ്ട്. നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. ചേർത്ത വോട്ടർമാരെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് ഫോണിൽ. ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, ഒരാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വോട്ടർ പട്ടികയിൽ തെറ്റായ പേരുകൾ വന്നാൽ ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരും BLO-മാരുമാണ് അതിലെ കുറ്റവാളികൾ. അത് ഇതിന് ശേഷം ഈ ചേർത്തവർക്കെതിരായിട്ട് കേസെടുത്ത് അന്വേഷണം നടത്തണം. അല്ലാതെ ഇപ്പോൾ ഒരു പോളിംഗ് ബൂത്തിൽ എനിക്ക് വോട്ടുണ്ട് എന്ന് പറഞ്ഞ് ID കാർഡുമായിട്ട് വന്നാൽ അയാളെ വോട്ട് ചെയ്യിപ്പിക്കണം. അങ്ങനെ ആദ്യം തടയേണ്ടത് LDF-ന്റെ സ്ഥാനാർത്ഥിയല്ലേ. ജില്ലാ സെക്രട്ടറി തടയണമെങ്കിൽ ആദ്യം പോയി ആദ്യത്തെ വ്യാജ വോട്ട് പുള്ളിയുടെയാണ്. ഏറ്റവും അവസാനം ചേർത്തേക്കുന്ന വോട്ടാ ആ ബൂത്തിലെ 88ാമത്തെ ബൂത്തിലെ. അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഈ CPM ജില്ലാ സെക്രട്ടറി ഒരു പണിയും ചെയ്യാത്ത ആളാണ്. അതുകൊണ്ട് അത് മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ബഹളം ഉണ്ടാക്കുക. പാർട്ടിയിലെല്ലാം വ്യാജ വോട്ട് ഇവിടെ അവർ ചേർത്തേക്കണ വ്യാജ വോട്ടാണ്. കുറച്ചേ ചേർത്തിട്ടുള്ളൂ. അതൊക്കെ വല്ല പാർട്ടിക്കാരും ചേർത്ത്, ഇവരാരും മുൻകൈ എടുത്ത് ചേർത്തല്ല. ഞങ്ങളെ പാർട്ടി മുൻകൈ എടുത്ത് ഞങ്ങൾ ശ്രദ്ധിച്ച്. അദ്ദേഹം പറഞ്ഞത് ശരിയാ. പ്രതിപക്ഷ നേതാവായ എനിക്ക്, ഷാഫി പറമ്പിലിനും, ശ്രീകണ്ഠൻ, ഞങ്ങളെല്ലാവരും കൂടി, DCC പ്രസിഡന്റ്, ഞങ്ങളെല്ലാവരും കൂടി ചെയ്ത ലീഗ് നേതാക്കൾ അവര് പ്രത്യേകമായി ശ്രദ്ധിച്ച് അവരൊക്കെ പ്രത്യേകമായ ക്യാമ്പ് നടത്തി പരിപാടി നടത്തി ചെയ്തതിന് അസൂയപ്പെട്ട കാര്യമില്ല. വേറെ എന്തെല്ലാം നാടകങ്ങൾ തുടങ്ങി. അതിൽ അവസാനത്തെ നാടകം 18-ാം തീയതി ആവർത്തിക്കട്ടെ. ഒറ്റ കാര്യം ഞാൻ പറയുള്ളത്, തിരിഞ്ഞു കയറും, എല്ലാം തിരിഞ്ഞു കയറിയല്ല. ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയിട്ട് ഈ മന്ത്രിയും ഒരു ലോബിയാണ്, CPM-ലെ ഒരു ലോബിയാണ് മന്ത്രി, അളിയൻ, ജില്ലാ സെക്രട്ടറി. ഇത് CPM-ലെ ഒരു ലോബിയാണെന്ന് തെളിഞ്ഞല്ലോ. അവരാണ് പെട്ടി കെട്ടിപ്പിടിക്കാൻ പറഞ്ഞത്, മറ്റേ നീലപ്പെട്ടി. കൃഷ്ണദാസാണ് പറഞ്ഞത് പെട്ടി ദൂരത്ത് എറിയടാന്ന് പറഞ്ഞത്. അത് 2 ലോബിയാണ് CPM-ന്റെ അകത്ത്. ഈ ജില്ലാ സെക്രട്ടറിക്കെതിരെയാണ് കൊഴിഞ്ഞാമ്പാറയിൽ 100 പാർട്ടി മെമ്പർമാർ വന്ന് വെല്ലുവിളിച്ചത്. ഒന്നും ചെയ്തില്ലല്ലോ അവർക്കെതിരെ നടപടി. CPM-ൽ പതിവുള്ള കേസാണ്. 100 പാർട്ടി മെമ്പർമാർ വന്ന് ഒരു ജില്ലാ സെക്രട്ടറി വെല്ലുവിളിച്ചു. ഞാൻ ഇന്നലെ അത് പറഞ്ഞില്ലേ, DGPക്ക് കൊടുത്ത പരാതിയിൽ DC ബുക്സിന്റെ പേരിലല്ലോ. ഇല്ല, നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അത് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞത് 3ാമത്തെ ദിവസം വീണ്ടും ആവർത്തിക്കുകയാണ്.
ിൽ നിന്ന് ഒരാത്മകഥ ഉണ്ടാക്കി പ്രസിദ്ധീകരിക്കാൻ DC ബുക്സ് പോലത്തെ ഒരു സ്ഥാപനം ചെയ്യില്ല. ഇത് ആത്മകഥയാണ്. അദ്ദേഹം പറഞ്ഞല്ലോ ഞാൻ ആത്മകഥ എഴുതുന്നുണ്ട്. അത് എന്താണ്, ഭാഷാശുദ്ധി വരുത്താൻ ദേശാഭിമാനിയുടെ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഇതൊക്കെ പറഞ്ഞല്ലോ. ഇത് പുറത്തു പോയത് എങ്ങനെയാണെന്ന് ഞങ്ങൾ കൃത്യമാണ് ആദ്യ ദിവസം പറഞ്ഞത്. പുറത്തു കൊടുത്ത ആരാണെന്ന്, EP-യുടെ മിത്രങ്ങളാണോ ശത്രുക്കളാണോ ഇത് പുറത്തു കൊടുത്തതെന്ന് അന്വേഷിച്ചാൽ മതി. അത്രമാത്രമേ ഉള്ളൂ. പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം പറയണില്ലേ, അതിൻ്റെ അകത്ത് സാന്റിയാഗോ മാർട്ടിൻ്റെ കയ്യിൽ നിന്ന് ദേശാഭിമാനിക്ക് ബോണ്ട് വാങ്ങിച്ചത് പാർട്ടിയുടെ അനുമതിയോടുകൂടിയാണ്. ആരാന്ന് പാർട്ടിയുടെ നേതാവ്? പാർട്ടിയുടെ നേതാവ് പിണറായി വിജയൻ. പാർട്ടിയുടെ അനുമതിയോട് കൂടിയാണ് ദേശാഭിമാനി ബോണ്ട്, സാന്റിയാഗോ മാർട്ടിൻ്റെ 2 കോടി രൂപ ബോണ്ട് വാങ്ങിച്ചത് പാർട്ടിയുടെ. എന്നിട്ട് ഈ പാവത്തെ ബലിയാടാക്കിയില്ല. അന്ന് ഈ പാവത്തെ ബലിയാടാക്കി പാർട്ടി അനുമതി കൊടുത്തിട്ടാണ് 2 കോടി ദേശാഭിമാനിയുടെ അക്കൗണ്ടിൽ വന്നത്. എന്നിട്ട് അദ്ദേഹത്തെ ബലിയാടാക്കി. അല്ല, അതൊക്കെ ആത്മകഥയൊക്കെ പുറത്തു വരുമെന്നേ. EP എപ്പോഴും സത്യം പറയും, ആദ്യം പറയാൻ സമ്മതിക്കില്ല എന്നേ. ഇന്നലെ അദ്ദേഹത്തെ കൊണ്ട് അപമാനിച്ചിട്ടല്ലേ ആ സ്റ്റേജിൽ നിന്ന് അദ്ദേഹം ഇതെല്ലാം പറഞ്ഞത്. ആ സ്ഥാനാർത്ഥി പോലും ഇരുന്നാൽ ചിരിച്ചു പോകായിരുന്നു. സാധാരണ നമ്മൾ അനുമോദന യോഗത്തിലും അനുശോചന യോഗത്തിലും ഇതിലേതാണ് അവിടെ നടന്നതെന്ന് ഞാൻ പറയുന്നില്ല, അത് ഞാൻ പറയുന്നത് ശരിയല്ല. അനുമോദന യോഗത്തിലും അനുശോചന യോഗത്തിലും നമ്മൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയണമെന്ന് പണ്ട് ആളുകൾ പറയും. അറുത്ത കൈക്ക് ഉപ്പ് തയ്ക്കാത്തവൻ ഉദാരശീലനായിരുന്നു അല്ലേ എന്നൊക്കെ നമ്മൾ പ്രസംഗിക്കും ആളുകൾ പല സ്ഥലത്തും. ഈ അനുശോചന യോഗത്തിൽ എന്ന് പറഞ്ഞ മാതിരി ഇന്നലത്തെ EP ജയരാജൻ ഈ പാലക്കാട് വന്ന LDF സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറഞ്ഞത് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും നല്ല തമാശകളിൽ ഒന്നായി അടയാളപ്പെടുത്തേണ്ട. ഞാനത് നന്നായിട്ട് ആസ്വദിച്ചു. അല്ല, അതൊക്കെ ആത്മകഥയിൽ എഴുതി വെച്ച എന്താ, അവസരവാദിയാണ്, ഇരുണ്ടു നേരം വെളുക്കുന്നതിന് മുമ്പ് മറുകണ്ഠം ചാടിയ അവസരവാദിയെന്ന് എഴുതി വെച്ചിട്ട് പാർട്ടി പോയി തിരിച്ചു പറയണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പറയുന്നത് കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ തമാശകളിൽ പ്രധാനപ്പെട്ട തമാശകളിൽ ഒന്നായി അടയാളപ്പെടുത്തേണ്ടതാണ്. അനുമോദന യോഗത്തിലോ അനുശോചന യോഗത്തിലോ സംസാരിക്കുമ്പോൾ പറയുന്നത് പോലുള്ളൊരു പ്രസംഗം തയ്യാറാക്കി അദ്ദേഹത്തിന് അവരെ ആരെങ്കിലും എഴുതി കൊടുത്തായിരിക്കും, അദ്ദേഹം അത് പറഞ്ഞു. അല്ല, മനസ്സിന്ന് പറയുന്നതല്ല. എനിക്കതൊന്നും തോന്നുന്നില്ല. അദ്ദേഹം അത് അവിടെ കമ്മ്യൂണിസ്റ്റുകാരായിട്ട് തുടരാനായിരിക്കും അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനായി തുടരാൻ വേണ്ടി അദ്ദേഹത്തെ ശ്രമിക്കും. നിർത്തില്ല, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം നിർത്തില്ല എന്നുള്ള മറ്റിലുള്ള അടുത്ത വാർത്തകൾ വരുന്നത് ഇലക്ഷൻ കഴിഞ്ഞാൽ ശരിയാക്കി കൊടുക്കും എന്ന് പറഞ്ഞില്ല. അപ്പം അദ്ദേഹം ആലോചിക്കട്ടെ. ഞാനിപ്പോൾ അദ്ദേഹം ആ പാർട്ടിയിൽ നിൽക്കുമ്പോൾ അദ്ദേഹം ആ പാർട്ടിയിൽ തന്നെ തുടരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാരനായി ഞാൻ പറഞ്ഞില്ല, പിണറായി വിജയൻ കഴിഞ്ഞാൽ ഏറ്റവും സീനിയറായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അദ്ദേഹം ആ പാർട്ടിയിൽ. അദ്ദേഹം ഇങ്ങനെ സത്യം പറയുന്നു എന്നുള്ളത് ആ പാർട്ടിയിൽ വലിയ ഇതാണ്. ചില കാര്യങ്ങൾ പാർട്ടിക്കകത്തുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറയും, അത്രയേ ഉള്ളൂ. അതൊന്നും നമ്മൾ അങ്ങനെയുള്ള മുതിർന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ വിശ്വാസ്യതയൊന്നും നമ്മൾ ചോദ്യം ചെയ്യരുത്. ഞാനൊന്നും പറയില്ല. അല്ല, അത് എനിക്ക് ഇപ്പോൾ ഉള്ള സൂചനകൾ അതാണ്. അല്ല, അത് അപ്പോൾ നമുക്ക് ആലോചിക്കാം, ഉചിതമായ സമയത്ത് ആലോചിക്കാം. ഞാൻ പറയും, ഞങ്ങൾ സാധാരണ വാതിൽ തുറന്നുവിടാറുമില്ല, വാതിൽ അടയ്ക്കാറുമില്ല. അല്ലാതെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ വോട്ടുകളും വന്ന് ചെയ്തു എന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. പിന്നെ വയനാട് പോലുള്ള വലിയൊരു ഏരിയയിൽ നമ്മൾ ഒന്നും കൂടി അത് തീർച്ചയായിട്ടും പഠിക്കും. ഒരു വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പ് നടന്നില്ല എന്നുള്ളതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവണം. വാശി വേണ്ടേ? നമ്മളെങ്ങനെയാണ് വാശി എന്താണ്? അങ്ങനെ ഒരു വാശി അവിടെ നടന്നില്ല. ശ്രീമതി പ്രിയങ്ക ഗാന്ധി വന്ന് ലാൻഡ് ചെയ്തപ്പോൾ തന്നെ 4 ലക്ഷത്തിനും 5 ലക്ഷത്തിനും വോട്ടിന് ജയിക്കുമെന്ന് എതിരാളികൾ പോലും പറയുന്നൊരു സാഹചര്യത്തിൽ അവിടെ തെരഞ്ഞെടുപ്പ് നടന്നത്. അതാണ് അവിടുത്തെ ഒരു പ്രശ്നം. പറഞ്ഞപ്പോൾ ചേലക്കരയിൽ എന്താ, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നടന്നതിനേക്കാൾ 12,000 വോട്ടുകൾ കൂടുതൽ പോൾ ചെയ്യപ്പെട്ടു. 12,000 വോട്ടുകൾ കൂടുതൽ പോൾ ചെയ്യപ്പെട്ടു ഇല്ലേ? ആ വ്യത്യാസത അവിടെ ഒരു നല്ല വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പ് ചേലക്കരയിൽ നടന്നു.
എയിലേക്ക് ആയ ശേഷമല്ല, അതിന് മുൻപാണ്. അപ്പോൾ അദ്ദേഹം വന്ന് കോൺഗ്രസിലായിരുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹം കോൺഗ്രസിൽ നിന്നുകൊണ്ടാണ് വ്യാജ വോട്ട് സൃഷ്ടിച്ചത്. അല്ല, അത് അദ്ദേഹം ഒറ്റയ്ക്ക് ചെയ്ത ഇവിടെ പാർട്ടി എന്ന് പറഞ്ഞിട്ടില്ല. പാർട്ടി ഇവിടെയുള്ളവരല്ലാതെ പുറത്തുനിന്നുള്ള ഒരാളെയും ചേർത്തിട്ടില്ല. ഞാൻ ഇതെല്ലാം ഇന്നലെ അന്വേഷിച്ചു. പാർട്ടി സംവിധാനം വഴിയാണോ ചേർത്തതെന്ന്? പാർട്ടി സംവിധാനം വഴിയല്ല, പാർട്ടി സംവിധാനം വഴിയല്ല ചെയ്തത്. അല്ല, അന്നും അദ്ദേഹം BJP-യിൽ സീറ്റ് അന്വേഷിക്കണ്ടല്ലോ. അപ്പോൾ BJP-യുടെ സഹായം ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ സർട്ടിഫിക്കറ്റ് കിട്ടില്ല. കോൺഗ്രസ് വഴിയാണ് ആ സർട്ടിഫിക്കറ്റ് കിട്ടുമോ? അല്ല, അതെനിക്കറിയില്ല. അത് ഏതെങ്കിലും സ്ഥാനാർത്ഥിയാണോ അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ അന്നല്ല, അദ്ദേഹം BJP-യിൽ CPM-ൽ എല്ലായിടത്തും പോയി അന്വേഷിച്ചു.